നമസ്കാരം. ഭജഗോവിന്ദം എന്ന് തുടങ്ങുന്ന ശ്രീമദ് ശങ്കരാചാര്യരുടെ മോഹമുദ്ഗരാഹ എന്ന സംസ്കൃത കൃതിയുടെ 8ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇതിൻ്റെ മലയാള പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് പ്രൊഫസർ എം ഗീതാദേവി, ആലാപനം എം പി രാമദാസ്. ഇപ്പോൾ കേൾക്കാം ഭജഗോവിന്ദം. ശ്ലോകം 29. സുഖദ ക്രിയത്തെ രാമാഭോഗ പശ്ചാദാന്ത ശരീരേ രോഗ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ജതി പാപാചരണം. പരിഭാഷ. ഭോഗാനുരാഗം സുഖദം ഭവിക്കും, പിന്നീടതേകുന്നുഗതം ശരീരേ. വിജ്ഞാതമന്ത്യം മരണം ഭവിക്കും, ചെയ്യാതിരിക്കില്ല വിപാപകർമ്മം. സാരം. ഭോഗാസക്തിയിൽ മുഴുകുന്നവൻ പിന്നീട് രോഗാതുരനായി മാറുന്നു. മരണം ഒഴിവാക്കാനാവാത്തതാണെന്നും അന്ത്യമാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ പാപകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ശ്ലോകം 30. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യസമേത സമാധി വിധാനം കുർവവധാനം മഹദവധാനം. പരിഭാഷ. പ്രാണൻ നിയന്ത്രിച്ചു മനോയമത്തോടറിഞ്ഞിടൂ നിത്യമനിത്യഭേദം. ജപം സമേതം പുരുഭക്തിയോടെ ധ്യാനത്തിലൂടാത്മസമാധി പോകാം. സാരം. ശ്വാസത്തെ നിയന്ത്രിക്കുന്ന പ്രാണായാമം ചെയ്യുക. മനോയമത്തിലൂടെ ഇഹത്തിലെ ശാശ്വതവും നശ്വരവുമായവയെ തിരിച്ചറിയുക. ജപങ്ങളിലൂടെയും ധ്യാനങ്ങളിലൂടെയും ശരീരത്തിൽ നിന്നും ആത്മാവിനെ മൗനമായി ഈശ്വരപാദങ്ങളിൽ എത്തിക്കുക. ലൗകികതയിൽ നിന്നും ആത്മാവിനെ വിടുവിച്ച് ധ്യാനത്തിലൂടെ ഈശ്വരപാദങ്ങളിൽ എത്തണമെന്ന് സാരം. ശ്ലോകം 31. ഗുരുചരണാംബുജ നിർഭര ഭക്ത സംസാരാഗചിരാദ്ഭവമുക്ത സേന്ദ്രിയമാനസ നിയമാദേവം ദ്രക്ഷ്യസി നിജഹൃദയസ്ഥം ദേവം. പരിഭാഷ. ആചാര്യപാദാംബുജഭക്തനായി നീ അർപ്പിക്ക നേടാമചിരേണ മോക്ഷം. മനോയമത്താൽ ഹൃദയേ വസിക്കും, ദൈവത്തെ ദർശിച്ചു വിമുക്തി നേടാം. സാരം. ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയിച്ച ഒരു മനസ്സുമായി ഗുരുവിൻ്റെ പാദപങ്കജങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുക. ഇഹത്തിലെ എല്ലാവിധ മോഹങ്ങളെയും പരിത്യജിച്ച് മനസ്സിനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരനെ ധ്യാനത്തിലൂടെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി നിങ്ങളെ സമർപ്പിക്കുക. ശ്ലോകം 32. മൂഢ കശ്ചന വൈയാകരണേ ഡുഹൃഞ്ജകരണാധ്യയനധുരീണഃ ശ്രീമച്ഛങ്കര ഭഗവത് ശിഷ്യൈ ബോധിത ആസീച്ചോദിതകരണ. പരിഭാഷ.
ശ്രീശങ്കരാചാര്യ മഹാമനീഷി നൽകി വിമൂഢൻ ഉപദേശമിത്തം. അജ്ഞാനവും നീങ്ങിയറിഞ്ഞു സത്യം, പ്രബുദ്ധനായി തീർന്നവനാത്മശുദ്ധ്യ. സാരം: ശ്രീ ശങ്കരാചാര്യ ശിഷ്യരാൽ ബോധവാനാക്കപ്പെട്ട മൂഢനായ വ്യാകരണ വിദ്യാർത്ഥി ഈ ഉപദേശങ്ങൾ കേട്ട് പ്രബുദ്ധചിത്തനായി തീർന്നു. സമാപ്തം.